വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോ കാണുന്നവരെ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. റൊണാൾഡോ ഫാൻസുകാരൊക്കെ എവിടെ? ഇന്ന് അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ എനിക്ക് കുറേ പേര് കമന്റ്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു റൊണാൾഡോയുടെ നെയിലായിട്ട് ചെയ്യുമെന്നും ചോദിച്ച്. അപ്പൊ ഞാൻ അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതായത് എനിക്ക് പറ്റുന്ന അതിനപ്പുറം രീതിയിൽ ഞാൻ വരയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂട്ടോ. ഞാൻ അങ്ങനെ പടം വരയ്ക്കുന്നതോ അങ്ങനെ നെയിൽ ആർട്ടിസ്റ്റോ അങ്ങനെ ഒന്നുമല്ല. ഞാനിത് ആദ്യമായിട്ട് എവിടെയോ പിന്ററസ്റ്റിലൊക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കൂടെ വെച്ചിട്ട് ഞാനൊരു എന്റേതായ ഒരു രീതിയിൽ ഞാനങ്ങ് വരച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല നെയിൽ ആർട്ടിസ്റ്റുകളുമായിട്ട് എന്നെ കമ്പയർ ചെയ്യരുതെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഞാൻ ഈ നെയിൽ ആർട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൽ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു റൊണാൾഡോ ഫാൻസുകാർ. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കും കിട്ടും ഞാൻ പ്രതീക്ഷിക്കുവാണ്. ഫാൻസുകാരുടെ പവർ അങ്ങ് കാണിക്കുന്നേ. ഏത് ഒന്നുമല്ലേ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനൊന്ന് ചെയ്തു നോക്കുന്നതല്ലേ. ഈ കാണുന്ന വീഡിയോ 5 മിനിറ്റ് പോലും ഇല്ലാട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് ഫുള്ള് കാണാൻ വേണ്ടി നോക്കണേ. ഞാൻ ഈ വീഡിയോയിൽ റൊണാൾഡോയുടെ 2 നെയിലാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് സംഭവം ഇതാണ്. എന്റെ കയ്യിലാണ് ഈ നെയിലാട്ട് ചെയ്യുന്ന ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് നല്ല ചെറുതായിട്ട് അങ്ങോട്ട് സെറ്റായിട്ട് വരയ്ക്കാൻ അങ്ങനെ പറ്റണില്ല. ഞാൻ പിന്നെ ഈ ഐലൈനറിന്റെ ബ്രഷ് വെച്ച് അങ്ങോട്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ സ്വന്തം നെയിൽസ് അല്ല, ഞാനിത് എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ളതാണ്. അതിന്റെ മണ്ടേക്കടെ അങ്ങനെയാണ് ഞാൻ നെയിലാട്ട് ഇത് മൊത്തം ചെയ്യുന്നത്. അല്ലെന്ന് വെച്ച ഇത്രയും പോലും ഒരു രീതിയിലും ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഇത് എന്തേലും ഒരു ഇച്ചിരിയെങ്കിലും കാണാൻ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്, അതായത് ആദ്യമായിട്ട് ചെയ്യുന്ന നെയിലാട്ടിന്റെ ഫസ്റ്റ് ലുക്ക് കാണിത്. എങ്ങനെയുണ്ട്? നല്ലതാണോ? എന്തായാലും കമന്റ് ഇടണേ. അതൊക്കെ പോട്ടെ, ഇതൊക്കെ വരച്ചു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലൊരു തോന്നൽ, ഏത് ഇനി റൊണാൾഡോ എന്ന് എഴുതിയാലോന്ന്. ഏത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഒന്ന് എഴുതിയെടുക്കാൻ വേണ്ടി. എന്റെ പൊന്നേ, അത് എഴുതി കഴിഞ്ഞപ്പോഴായിരുന്നല്ലോ അന്യായ ബോർ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തേലും ആവട്ടെ, എനിക്കിനി പിന്നെ റീവർക്ക് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു. ഞാൻ എന്തായാലും ആദ്യമായിട്ട് വരച്ചതല്ലേ, അപ്പൊ പിന്നെ ഇതൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചാ പോരെ. ആരേലും ഒത്തിരി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഞാൻ വെറൈറ്റി പിടിച്ചതാണ്. ഒരു സ്പോഞ്ച് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ നോക്കിയത്. പിന്നെ അത്രയ്ക്ക് അങ്ങ് ശരിയായില്ലേലും ഞാൻ എന്തൊക്കെയോ കാണിച്ച് ഒപ്പിച്ചു വെക്കും എന്നുള്ളത് അറിയാലോ. ഞാനാണെങ്കിൽ എവിടെയോ നോക്കിയപ്പോൾ അതിൽ കണ്ടതാണ് ഈ റൊണാൾഡോയ്ക്കാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതെന്നുള്ളത്. അപ്പൊ അത്രയും ഫാൻസുകാരുള്ളപ്പോൾ എൻ്റെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനതങ്ങ് പ്രതീക്ഷിക്കുവാണ്. നിങ്ങൾ എനിക്ക് ആ സപ്പോർട്ട് തരത്തില്ലേ? എനിക്ക് തോന്നുന്ന പുള്ളിയുടെ ടീം നല്ല ടീമായിരുന്നെങ്കിൽ പണ്ടേ വല്ല വേൾഡ് കപ്പ് ഒക്കെ അടിച്ചേ. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടീം വർക്കാണല്ലോ. പുള്ളി മാത്രം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ലല്ലോ. എന്തായാലും പുള്ളിയുടെ കളി ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. എനിക്കറിയാം ഞാൻ ഈ വീഡിയോയിൽ കുറേ വളവളാന്ന് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കത് കറക്റ്റായിട്ട് എന്താ പറയണ്ടേന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എനിക്ക് കുറച്ചൊരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പേര് ഇതുപോലെ നെയിലാട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷെ അങ്ങനെ പറ്റണില്ലെന്നാണ് പറയുന്നത്. എനിക്കും അങ്ങനെ ചെയ്യാനൊന്നും ഒട്ടും അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ ഞാനൊരുമാതിരി ഇങ്ങനെ ചെയ്തങ്ങ് പോകുന്നേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തല്ലേ പഠിക്കുക. പെട്ടെന്ന് അങ്ങ് പൊട്ടിമുളച്ച്, അതായത് നമ്മൾ പെട്ടെന്ന് ജനിച്ചു വരുമ്പോഴേ കഴിവുകൊണ്ട് വരുന്നവരല്ലല്ലോ. നമ്മളപ്പോൾ ചെയ്താണ് പഠിക്കുന്നത്. അപ്പൊ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്ത് പഠിക്കാൻ നോക്കുക. ആദ്യത്തെ റൊണാൾഡോയുടെ നമ്മുടെ നെയിലാട്ട് ചെയ്തപ്പോൾ അതിൽ കപ്പ് വരച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ ഞാൻ കപ്പ് വരച്ചിട്ടുണ്ട്, ഒരു രീതിയിൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കപ്പ്. അപ്പൊ രണ്ടാമത്തെ നെയിലാട്ടിന്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്.